Hi friends, welcome to Homemakers Dreams, our dream channel. കാന്താരി മുളക് ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. കാന്താരി വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തി, അതും ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. പണ്ടൊക്കെ എല്ലാ വീടുകളിലെയും മുറ്റത്ത് അല്ലെങ്കിൽ തൊടിയില് ഈ കാന്താരിയുടെ മുളക് ഉണ്ടാവും, ചെടിയിലുണ്ടാവും. ഇന്നിപ്പോൾ അത് കിട്ടാനില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാനേ വേണം. എന്നാലും പലരുടെയും വീടുകളിൽ ഇന്നും ഉണ്ടാവും. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ട് ഒരു പിടിയൊക്കെ കാന്താരി വാങ്ങാൻ അത്ര വലിയ പൈസയൊന്നുമില്ല. അത് വെച്ച് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള, കൊളസ്ട്രോളൊക്കെ കുറയാൻ ഏറ്റവും നല്ലൊരു ഇതാണ് കാന്താരി മുളക് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട്, പിന്നെ ഇടയ്ക്ക് ഒരു ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് നല്ല കഞ്ഞിയും ചോറൊക്കെ കഴിക്കാനും കപ്പ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കാന്താരി മുളക് ഒരു പിടി. നമ്മൾ കാന്താരി മുളക് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് വെളുത്തുള്ളിയും പുളിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരു പിടി കാന്താരി മുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ കോൽപ്പുളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. ഇനി നമ്മളിത് കാന്താരി മുളക് ഇപ്പോൾ ഇവിടെ ഉണ്ടായതാണ്, അത് കാരണം ഞെട്ടിന്ന് കളയേണ്ട ആവശ്യമില്ല. അത് മുഴുവനായിട്ട് കഴുകി വെച്ചിട്ടുള്ളത് നമ്മളിത് ഈ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. അതേപോലെ 4 അല്ലി വെളുത്തുള്ളി, ആ ചെറിയൊരു ഉണ്ട കോൽപ്പുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓയില്, വെളിച്ചെണ്ണ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിക്കാം. അപ്പോൾ കുറച്ച് ഞാൻ ഈ ഒരു സമയത്ത് ഒഴിക്കുന്നുണ്ട്, ബാക്കി കുറച്ച് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായി മിക്സിൽ അടിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. കുറച്ച്, നല്ല പോലെയല്ല, കുറച്ച്, എന്താ വെച്ചാൽ കുറച്ച് മുളകിട്ട് അടിക്കണ കാരണം. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. കുറച്ചൊരു കട്ടിയിൽ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെള്ളം പോലെ നന്നായി ഇതാക്കരുത്, ചമ്മന്തി ചാറ് പോലെ ആക്കരുത്. അപ്പോൾ ആ കട്ടിയിൽ അങ്ങനെ എടുക്കുക. അതേപോലെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ബാക്കി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സംഭവം കഴിഞ്ഞു. സൂപ്പറായിട്ടുള്ള